ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാവരെയും വിഷ് ചെയ്യുന്നു ഹാപ്പി ഓണം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. തിരുവോണമായിട്ട് വലുതായിട്ടൊന്നുമില്ല, തിരുവോണം ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അവരൊന്നും നോക്കിയിട്ടൊന്നും കാര്യമില്ല. ഉടനെ അത്തപ്പൂക്കളം ഒന്നും ഇടുന്നില്ല. ഒരു വർഷം ഞാനങ്ങനെ അത്തപ്പൂക്കളമൊന്നും ഇട്ടിട്ടില്ല. പണ്ട് ഊഞ്ഞാലാടും അങ്ങനെയൊക്കെ തന്നെ, അല്ലാതെ പിന്നെ സദ്യ വയ്ക്കും. അതാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അങ്ങനെ അത്തപ്പൂവൊന്നും ഇടാറില്ല. അതാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ കണ്ട വ്യൂ ആണിത്. വ്യൂ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും കാണുന്നത് തന്നെയാണ്. നമ്മൾ പച്ചപ്പും പരിതാപമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ വ്യൂ, രാവിലത്തെ ഈ ഒരു സൺറൈസ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു മോർണിംഗ് വ്യൂ ആയിട്ട് ഞാൻ കാണിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വന്നപ്പം അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായി. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരുടെയും വീട്ടിൽ ആസ് യൂഷ്വൽ ഇഡ്ഡലിയും സാമ്പാറും തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഈ വീട്ടിലും, ഞങ്ങളുടെ വീട്ടിലും ഇഡ്ഡലിയും സാമ്പാറുമാണ്. ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പം വീട് വൃത്തിയാക്കണമല്ലോ. അപ്പോൾ നമ്മളങ്ങനെ തൂക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ തൂത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തൂത്തെല്ലാം കഴിഞ്ഞപ്പോൾ ഇത് റെക്കോർഡ് ആവുന്നോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരാൾ. അതാണ് എൻ്റെ അങ്കിളായിരുന്നത്. അങ്ങനെ തൂത്തെല്ലാം കഴിഞ്ഞ് തറയെല്ലാം ക്ലീനായി പെർഫെക്റ്റായി. അങ്ങനെ നമ്മൾ തറയിലിരുന്നാണല്ലോ സദ്യ കഴിക്കേണ്ടത്. അങ്ങനെ സദ്യ വട്ടങ്ങളിലോട്ട് കിടക്കുവാണ്. അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് സദ്യ വട്ടത്തിലോട്ട് കിടക്കാം. അങ്ങനെ നമ്മൾ സദ്യയുടെ സംഭവങ്ങളെല്ലാം റെഡിയായപ്പോൾ നമ്മളിവിടെ പായസത്തിനുള്ള സംഭവങ്ങളിലോട്ട് പോകാൻ. നമ്മൾ അടപ്പായസമാണ് എല്ലാവരും ചെയ്യുന്നത്. അത് നമ്മൾ വീറ്റിൻ്റെ പായസമാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളങ്ങനെ മൈദ ഇപ്പോൾ 2-3 വർഷം കൊണ്ട് നമ്മൾ മൈദ ഒഴിവാക്കുകയാണ്. അപ്പം മൈദയുടെ അല്ല വെച്ചേക്കുന്നത്, വീറ്റിൻ്റെയാണ്. അങ്ങനെ പായസമൊക്കെ റെഡിയായി, പപ്പടമെല്ലാം റെഡിയായി. അങ്ങനെ നമ്മൾ എല്ലാ വിഭവങ്ങളും റെഡിയായി. എല്ലാം പെട്ടെന്നായിരുന്നു. ഒരു 12:30-ക്കുള്ളിലെല്ലാം റെഡിയായി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ എത്ര നേരം നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോലും ഇത്രയും സമയം എടുക്കത്തില്ല. ഇവിടെ വാഴയില വെട്ടുമായിരുന്നു മമ്മി അങ്ങളും കൂടെ. അത് കഴിഞ്ഞപ്പം റൊമാൻസ് സിനിമ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. ഒരു 1:15 ആയപ്പോൾ നമ്മൾ സദ്യ വിളമ്പാൻ തുടങ്ങി. അങ്ങനെ സദ്യ കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ സദ്യയെല്ലാം കഴിഞ്ഞ് മത്തടിച്ച് ഇനി കിടന്നൊന്ന് ഉറങ്ങണം. അങ്ങനെ ഇനി ഉറങ്ങിയിട്ട് ബാക്കി കാണാം. ഓക്കെ. അങ്ങനെ ഉറങ്ങി കഴിഞ്ഞിട്ട് കുളിച്ച് ഫ്രഷായി. ഒരു 6 മണിയായി. നേരത്തെ എഴുന്നിട്ട് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ ഇപ്പോഴാണ് എനിക്കെടുക്കാൻ പറ്റിയത്. അങ്ങനെ അത് തുടരും മൂവി ടി വിയിലിട്ടിരിക്കുന്നു. അപ്പോൾ അത്രയുള്ളൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ്. നോർമൽ സാധാ ഒരു ദിവസം പോലെ തന്നെയാണ്. വലിയ സ്പെഷ്യാലിറ്റി ഒന്നും ഇല്ല. പിന്നെ സദ്യ വെച്ചു, അത്രയേ ഉള്ളൂ. ടാറ്റാ.